ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് അടിപൊളി ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു ഡ്രിങ്ക് കഴിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കും കേട്ടോ. മുഖത്ത് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പാടൊക്കെ നല്ലവണ്ണം കുറഞ്ഞ് നല്ല നിറം വയ്ക്കും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഞാൻ ഒരു മാസത്തോളമായി തുടർച്ചയായി കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ സ്കിന്ന് നല്ല വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റി. എൻ്റെ കാലിലെ പാടൊക്കെ ഉണ്ടെങ്കിൽ ആ പാടൊക്കെ നന്നായിട്ട് കുറഞ്ഞ് നല്ല നിറം വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഡ്രിങ്കാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്തതിൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കും, മുഖമൊക്കെ നല്ല തുടുക്കാനും അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കുക്കുമ്പർ ഇതൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. രണ്ട് സൂത്രം മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ. അത് ഒന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ തന്നെ വേണം കേട്ടോ. വേണമെങ്കിൽ മഞ്ഞപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പച്ചമഞ്ഞൾ വെച്ചുള്ള ഈ ഒരു ഡ്രിങ്കാണ് ഏറ്റവും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട്. നല്ല വൃത്തി കഴുകിയിട്ട് ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. നല്ല വൃത്തി അങ്ങ് കഴുകിയെടുത്താൽ മതി. ആ മണ്ണും ചെളിയൊക്കെ നല്ല വൃത്തി അങ്ങ് കളഞ്ഞെടുത്താൽ മതി. പക്ഷേ ഇതിലൊക്കെ ഒരു ചെളി ഒന്നുമില്ല കണ്ടേ, നല്ല വൃത്തിയിൽ അങ്ങ് കഴുകിയെടുത്താണ്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടികല്ലോ അരക്കല്ലോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കിത് അരച്ചല്ല ചതച്ചെടുക്കണം കേട്ടോ. ഇത് കഴുകി എടുത്ത് വെച്ചതാണ്. നമുക്കിത് ചതച്ചെടുക്കണം. പേപ്പർ വെച്ചേക്കണതേ ഈ ടൈലിലോട്ട് ഇതിൻ്റെ മഞ്ഞ കളറ് വരാതിരിക്കാനാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ അടിപൊളി സാധനമാണ് മഞ്ഞൾ. മുഖത്തുള്ള പാടുകൾ പോകാൻ നല്ലതാണ്. പിന്നെ എന്താ പറയുക, മുഖത്ത് മാത്രമല്ല നമ്മുടെ സ്കിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാടൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ വീണ പാടുകൾ, കരപ്പൻ വന്ന പണ്ടത്തെ പാടുകൾ, അതായത് കരപ്പൻ വന്ന പാടുകളൊക്കെ പോകാനൊക്കെ ഇച്ചിരി പാടുള്ള കാര്യമാണ്. കരപ്പൻ എന്ന രോഗം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പണ്ട് കാലത്ത് ഉള്ള രോഗമായിരുന്നു. അത് ചൊറി പോലെ വരുന്നതാണ്. പക്ഷെ അത് വന്നാലും അത് പാടൊക്കെ മാഞ്ഞു പോകാനൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ട് ആ പാടുകളൊക്കെ മാഞ്ഞു പോകും. അപ്പോൾ എത്ര ഫേസ് പാക്ക് തേച്ചാലും ആ കുറച്ച് നേരത്തേക്കുള്ള നിറവൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് തേച്ചെങ്കിൽ നമുക്ക് സ്കിന്നിലൊക്കെ ചേഞ്ചൊക്കെ വരുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഡ്രിങ്ക് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാണ്. അടിപൊളി ഡ്രിങ്കാണ്. ഞാനിത് പരീക്ഷിച്ച് നോക്കിയാണ്. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷിച്ച് നോക്കി, എനിക്ക് വിജയിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങൾ കഴിക്കണം. അപ്പോൾ എന്താണ് നിങ്ങളിങ്ങനെ ആകാംക്ഷയുണ്ടെങ്കിൽ ഒന്നാമത്തെ സാധനം കണ്ടുപിടിച്ചു, രണ്ടാമത്തെ എന്തായിരിക്കും നിങ്ങൾ വിചാരിച്ച് കാണും അല്ലേ. ഏതായാലും ഞാൻ ചതച്ചെടുക്കട്ടെ കേട്ടോ. പച്ചമഞ്ഞൾ നല്ല വൃത്തി അങ്ങ് ചതച്ചെടുക്കണം. ഇത്ര ഒന്നും ചതച്ചാൽ പോരാ, നല്ല വൃത്തി അങ്ങ് ചതച്ചെടുക്കട്ടെ. അരച്ചെടുക്കണ്ട, ചതച്ചെടുത്താൽ മതി. അപ്പം വേഗം തന്നെ ചതച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതാ പച്ചമഞ്ഞൾ നല്ല വൃത്തിയിലങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പച്ചമഞ്ഞൾ ഇവിടെ റെഡിയാക്കി എടുത്തു. ഇനി രണ്ടാമത്തെ സാധനമാണ് പാല്, തിളപ്പിക്കാത്ത പാല്. നമുക്കങ്ങ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. മഞ്ഞളും ചേർത്ത് അങ്ങ് തിളപ്പിച്ചെടുക്കാം. ഈ രണ്ട് സൂത്രം മാത്രം മതി നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാൻ. അപ്പോൾ ഞാനത് തീ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ചിട്ട് വേണം വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞളിൻ്റെ ആ കളറൊക്കെ നമുക്ക് പാൽ നന്നായിട്ട് പിടിക്കുള്ളൂ. തീ കുറച്ച് ഒരു സാവകാശം പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ചെടുത്ത് ചൂടോടെ അങ്ങ് കുടിക്കൊന്നും വേണ്ട. കുറച്ച് ചൂടൊക്കെ ആറി ഒരു മഞ്ഞ കളർ നന്നായിട്ട് വരും. അന്നേരം നമുക്ക് കുടിച്ചാൽ മതി. നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞാനിത് പച്ചമഞ്ഞളിന് പകരം മഞ്ഞപ്പൊടി ഇല്ലേ, മഞ്ഞപ്പൊടി ചേർത്തു ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മഞ്ഞപ്പൊടി ചേർത്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ശരിയായില്ല. നമ്മുടെ സ്കിന്നൊന്നും അങ്ങനെ നിറം വയ്ക്കാൻ എനിക്ക് അങ്ങ് തോന്നിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവമില്ലേ, ഈ പച്ചമഞ്ഞൾ മാത്രം ഈ പാലിൽ ഇങ്ങനെ കലക്കിയിട്ട്, അതായത് മിക്സ് ചെയ്തിട്ട്
നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം കുടിച്ചപ്പോൾ 1 മാസം കണ്ടിന്യൂസ് കുടിച്ചപ്പം എൻ്റെ സ്കിന്നിനൊക്കെ നല്ല വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റിയിരുന്നു കേട്ടോ. അതായിട്ട് നിങ്ങളിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് കുടിക്കേണ്ട സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ തന്നെ കുടിക്കില്ല. നമ്മൾ സാധാരണ ഇളം ചൂടുവെള്ളം കുടിക്കും. ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി നേരം ഗ്യാപ്പ് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ ഈ പാൽ കുടിക്കും കേട്ടോ. പാൽ കുടിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഈ പാലൊക്കെ കുടിക്കുന്ന സമയം 8 മണിയായിരിക്കേ. അപ്പം 8 മണിക്ക് പാൽ കുടിക്കുകയാണെങ്കിൽ 9 മണിയാകുമ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലായിട്ട് അതൊക്കെ നന്നായിട്ട് അബ്സോർബ് ആകാനൊക്കെ സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം കിടക്കാൻ നേരത്ത് കുടിക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാൻ രാവിലെയാണ് കുടിക്കാറ്. അപ്പം നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പം നന്നായിട്ട് അങ്ങ് നോക്കിക്കേ, മഞ്ഞളിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് തിളപ്പിച്ച് എടുക്കാവേ. ഇത് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ആ മഞ്ഞ കളർ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. പതുക്കെ ഒന്ന് തീ കുറച്ചങ്ങ് വെച്ചാൽ മതി. ധൃതി പിടിച്ച് അങ്ങ് തിളപ്പിക്കാനൊന്നും പോവണ്ട. ഈ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ 5 മിനിറ്റ് എടുത്തതെന്നൊക്കെ വിചാരിച്ച് കാണും. പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് സമയം എടുക്കണം കേട്ടോ. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരേണ്ട. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും മഞ്ഞൾ എടുക്കണം എന്നില്ല. ഞാൻ ഇച്ചിരി കൂടുതൽ മഞ്ഞളൊക്കെ എടുക്കും കേട്ടോ. ഞാൻ എടുത്ത മഞ്ഞളിൻ്റെ പകുതി അത്ര ആയാലും കുഴപ്പമൊന്നുമില്ലേ. എല്ലാ ദിവസവും കുടിക്കുവാണെങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഒരു 1-1.5 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയും ചെയ്യണം. ചില ആൾക്ക് വേഗം തന്നെ റിസൾട്ട് കിട്ടും, ചില ആൾക്ക് 1-2 മാസമൊക്കെ വരും കേട്ടോ. പക്ഷേ ഇത് കുടിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കും, മുഖം തുടുക്കാനും ഒക്കെ നല്ലതാണ്, മുടി വളരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ പച്ചമഞ്ഞളുടെ അതിൻ്റെ ഗുണങ്ങളുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇത് ചൂടാറിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഒരുപാടങ്ങ് ചൂടാറണ്ട, ഒരു ഇളം ചൂടൊക്കെ മതി കേട്ടോ. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞളൊക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് വേഗം ഒന്ന് തിളപ്പിക്കട്ടെ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിത് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മഞ്ഞപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഔഷധ ഗുണമുള്ള മഞ്ഞപ്പാൽ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് കുടിച്ചേക്കാം. കുടിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിച്ചാൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ മധുരം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. തേനോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് കുടിക്കുന്നത്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ അല്പം തേൻ ചേർത്താലും പ്രശ്നമില്ല. പക്ഷെ മധുരം ഇല്ലാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഞാൻ വേഗം തന്നെ കുടിക്കട്ടെ. ഇപ്പോൾ സമയം 8 മണിയായിട്ടോ. ഇനി 9 മണിയാകുമ്പോൾ വേണം രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ. വേഗം ഒന്ന് കുടിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ കഴിക്കാൻ ദോശയാണ് ചുട്ടേക്കണത്. പാത്രത്തിൽ ദോശ ഇങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ട്. ദോശയുടെ കൂടെ നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം. ഉണ്ണീസിൻ്റെ ഇഷ്ടപ്പെട്ട ദോശയാണ്. ഉണ്ണീസിൻ്റെ പനി കുറഞ്ഞു കേട്ടോ. അങ്ങനെ രാവിലെ പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഉണ്ണീസിന് ദോശ വേണ്ടേ? വേണം. കപക്കെട്ടുണ്ടേ. അപ്പോൾ ഞങ്ങൾ വേഗം ഒന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ദോശ കഴിക്കട്ടെ. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയാട്ടോ ഉണ്ടാക്കിയത്. ചോറൊക്കെ ഞാൻ ഉണ്ടാക്കി, ചിക്കനൊക്കെ ചേട്ടയൊക്കെ റെഡിയാക്കി തന്നേക്കണത്. ചിക്കൻ റോസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ചിക്കൻ വറുത്തിട്ടാണ് ഉണ്ടാക്കി. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഉണ്ണിക്കുട്ടൻ എന്താ കൊതി വിട്ടോണ്ടിരിപ്പുണ്ട്. ഗ്യാസിൻ്റെ ഇടയ്ക്കൂടെ ആശം കയറിയിരിക്കണം. അവൻ്റെ താഴെ ഒന്ന് ഇറക്കട്ടെ. അപ്പോൾ ചോറൊക്കെ ഇപ്പോൾ തരാം. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് റൈസ് ഉണ്ടാകുമ്പോൾ എനിക്ക് അങ്ങനെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പം ചോറും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പപ്പടമുണ്ട്, അച്ചാറുണ്ട്, ചള്ളാസുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് വേഗം ഒന്ന് കഴിക്കട്ടെ. അങ്ങനെ വാഴയിലേക്ക് ഇട്ട് ഞങ്ങളത് ബിരിയാണി കഴിക്കാൻ നോക്കുവാണേ. അപ്പോൾ പപ്പടമൊക്കെ കാച്ചിയായിരുന്നു കേട്ടോ. പപ്പടം, അച്ചാറ്, ചള്ളാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളങ്ങ് ബിരിയാണി കഴിക്കുകയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞ്. അപ്പോൾ ഞങ്ങളൊക്കെ ചൂടോടെ അങ്ങ് ബിരിയാണി അങ്ങ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല വീഡിയോസിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.